UK സിറ്റിസണായി. പക്ഷേ ഇന്ത്യയിലെ പ്രോപ്പർട്ടി വിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ വലിയ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടേഷനിൽ വന്ന ഒരു കേസാണ്. വർഷങ്ങൾക്ക് മുമ്പ് അവർ UK സിറ്റിസണായി. ഇപ്പോൾ ഇന്ത്യയിലെ പ്രോപ്പർട്ടി വിൽക്കാൻ ബയറിനെ കണ്ടെത്തി. ഇനി രജിസ്ട്രേഷൻ മാത്രം ബാക്കി എന്നായിരുന്നു അവരുടെ ധാരണ. പക്ഷേ ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ചപ്പോഴാണ് സിറ്റിസൺഷിപ്പ് മാറിയ ശേഷമുള്ള ചില നടപടികളും കംപ്ലയിൻസും കൂടി പരിഗണിക്കേണ്ടതുണ്ടെന്ന് മനസ്സിലായത്. അപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത് പ്രോപ്പർട്ടി വിൽക്കാൻ തീരുമാനിക്കുന്നതിന് ശേഷമല്ല, മുമ്പ് തന്നെ ഡോക്യുമെൻറ്റ്സും നിലവിലെ സ്റ്റാറ്റസും പരിശോധിക്കേണ്ടതായിരുന്നെന്ന്. UK സിറ്റിസൺ ആയതുകൊണ്ട് പ്രോപ്പർട്ടി വിൽക്കാൻ കഴിയില്ല എന്നല്ല, പക്ഷേ ഓരോരുത്തരുടെയും സാഹചര്യം വ്യത്യസ്തമാണ്. അതുകൊണ്ട് പ്രോപ്പർട്ടി സെയിൽ തുടങ്ങുന്നതിന് മുമ്പ് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ്, ടാക്സ്, ബാങ്കിങ്, കംപ്ലയിൻസ് എന്നിവയെക്കുറിച്ച് വ്യക്തത നേടുന്നത് വളരെ നല്ലതാണ്. സെയിൽ എന്ന് കമൻറ്റ് ചെയ്യൂ. പ്രോപ്പർട്ടി സെയിൽ തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചെക്ക് ലിസ്റ്റ് DM അയച്ചു തരാം. ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കൂ. നിങ്ങളുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടുന്നുവെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യൂ.